ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയിനെ വെയിറ്റ് ചെയ്ത് മടുത്തു പോയ ഹീറോ വേറെ വഴിയില്ലാതെ തനിയെ ഡിന്നർ കഴിക്കാൻ തുടങ്ങി. കട്ട് ചെയ്താല് നൈറ്റ് നമ്മുടെ ഹീറോയിനും വീട്ടിലേക്ക് വരുമ്പോ എവിടെ പോയിരുന്നു എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോയിരുന്നു എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഇവൾക്കും ഓർമ്മ വരുന്നത്. ബോസ്, നിങ്ങള് ഡിന്നറിന് പോയിരുന്നു എന്ന് ചോദിക്കും. ഇവൻ വലിയൊരു ശ്വാസം എടുത്ത് വിട്ടിട്ട് മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ പോലെ ഇരിക്കുവാണ്. അയ്യോ ബോസ്, നിങ്ങളുടെ കൂടെ ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. കൂടെ നിങ്ങൾ അതിന് റിപ്ലൈയും തന്നില്ലല്ലോ. റിജക്ട് ചെയ്തു എന്നാ ഞാൻ വിചാരിച്ചത്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്. നിങ്ങൾ പോയിരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാല് ഞാൻ പോയിരുന്നില്ലെന്ന് അവൻ പറയുവാണ്. ഓ ഭാഗ്യം, പിന്നെയും ബോസിന് ദേഷ്യം പിടിപ്പിച്ചാലോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ടേ ശരി, ഇപ്പൊ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, മിഡ് നൈറ്റ് സ്നാക്സ് ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുവാണ്. വേണ്ട, ക്ലയന്റിന്റെ കൂടെ ഞാൻ വയറ് നിറച്ച് കഴിച്ചു എന്ന് ഹീറോ പറയും. ബോസ്, അങ്ങനെ പറയരുത്. ഇന്ന് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാക്കില്ല. രാത്രി ഉറക്കം പോലും വരില്ലെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവള് ഒരുമാതിരി കഴുത്തിൽ പിടിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയും എന്ത് പറ്റി, കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ലേ, നെക്ക് പെയിൻ ആണോ എന്ന് ചോദിച്ചാല് ചെറുതായിട്ട് തലവേദനയുണ്ട്, വലുതായിട്ട് ഒന്നുമില്ലെന്ന് അവള് പറയും. എന്നാ അത് വെറുതെ വിടണ്ട, മസാജ് സെന്ററിലേക്ക് പോ. കാരണം നീ ഓക്കെ അല്ലെങ്കിൽ എന്റെ വർക്കിനെ ആയിരിക്കും അത് ബാധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഹീറോ തന്നെ അവള് മസാജിങ് സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നോക്കിയാല് ഹീറോയിൻ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നെക്കി പിഴിഞ്ഞ് അവളെ മസാജ് ചെയ്തോണ്ടിരിക്കുമായിരിക്കും. അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവള് കരയുന്നുണ്ട്. ഹീറോ ഇത് കേട്ട് ടെൻഷനായി കുറച്ചു നേരത്തേക്ക് വാ അടച്ച് കിടക്കാൻ പോകുന്ന പറഞ്ഞ് അവള് വഴക്ക് പറയാണ്. എന്റെ വേദന എനിക്കല്ലേ അറിയുമെന്ന് പറഞ്ഞ് ഹീറോയിനും ടെൻഷനായി. അങ്ങനെ മസാജിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ കറക്റ്റ് ആയിട്ട് ഹീറോയിന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. ഹീറോ അമ്മയെ കണ്ട് ഹലോ ആന്റി എന്ന് പറഞ്ഞതും യുയു ഇതാരാടി എന്ന് അച്ഛൻ ചോദിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ, ആ പയ്യനാണെന്ന് പറഞ്ഞ് അമ്മ അച്ഛന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരിവനെ അടിമുടി നോക്കിയിട്ട് പയ്യൻ തിരക്കേടില്ല, സുന്ദരനാണെന്ന പോലെ നോക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അമ്മ ഇവിടത്തെ പേയ്മെന്റ് ആരോ കൊടുത്തതെന്ന് ചോദിക്കുവാണ്. ഹീറോയിൻ എന്താ പറയണ്ടേന്ന് ആലോചിച്ചിട്ട് അയ്യോ ഞങ്ങൾ ഇവിടെ മസാജ് ചെയ്യാൻ വേണ്ടി വന്നതല്ല, വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞ് നൈസായിട്ട് അമ്മയെയും അച്ഛനെയും കൂട്ടിക്കൊണ്ടു പോകുവാണ്. എല്ലാം എന്റെ വിധി എന്ന പോലെ ഹീറോയിൻ നടന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് ഓപ്പോസിറ്റിൽ നിന്ന് ഇവന്റെ അമ്മ നടന്നു വരുന്നത്. അവൻ അമ്മയെ കാണുന്നില്ല, അമ്മ മാത്രമേ ഇവനെ കാണുന്നുള്ളൂ. എന്താ അത്, എന്റെ മകനല്ലേ പോയത്, ഇവിടെ അവൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ്. അടുത്ത് നിന്ന് അസിസ്റ്റന്റ് ഉടനെ തന്നെ മാഡം കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഞാനത് നിങ്ങളുടെ മരുമകളായിരിക്കും എന്നാ കരുതിയതെന്ന് പറഞ്ഞ് കൊളുത്തി കൊടുക്കും. എന്ത് പെണ്ണോ, എന്റെ മോന്റെ കൂടെയോ, നീ രണ്ട് കണ്ണുകൊണ്ട് കണ്ടോ എന്ന് ആശ്ചര്യത്തോടെ ചോദിച്ചാല് എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് അവര് പറയും. ഇവിടെ ഹീറോ വന്ന് കാറിലേക്ക് ഇരുന്നതും മസാജ് ചെയ്യുമ്പോ അവൾ അമ്മ അയ്യോ എന്ന് കാറിയതാണ് ഓർത്ത് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഹീറോയിൻ തന്നെ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനിന്ന് വീട്ടിലേക്ക് വരില്ല, ലേറ്റ് ആയിട്ടേ വരൂ, റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞ്. ഇത് കണ്ട് അവനും ഓക്കെ പറഞ്ഞിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം അമ്മ ഇവരെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് വന്നവര് ഹീറോ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസ് കണ്ടുപിടിച്ചു. സോ നെക്സ്റ്റ് ഡേ മുതൽ അമ്മ സ്പൈ വർക്ക് തുടങ്ങി. ഫുൾ ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് ലെൻസ് ഒക്കെ പിടിച്ച് ഹീറോയുടെ വീടിനുള്ളിലേക്ക് തന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഹീറോയിൻ ഇറങ്ങി വരുന്നുണ്ട്. അമ്മ ഫോണിൽ അച്ഛനുമായിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്തോണ്ടിരിക്കുമായിരിക്കും. ആ വരുന്നുണ്ട്, കൂടെ ആ പെണ്ണുണ്ട്, പക്ഷേ ഫേസ് കാണാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. അതുകൊണ്ട് ഹീറോയിൻ ഇപ്പൊ ഷോപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത്. അവിടേക്കും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഹീറോയാണെങ്കിൽ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തിങ്സുകളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കാണുന്ന അമ്മ, ഈശ്വര എന്തിനാ നീ കാണുന്നേ, എന്റെ മകൻ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നോ, അവൻ ഇത്ര പെട്ടെന്ന് ഫാമിലി മാൻ ആകുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറയും. ഇത് കേട്ടുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന അച്ഛനും എന്താടി നീ പറയുന്നേ, സത്യമാണോ എന്ന പോലെ കുത്തി ചോദിക്കുന്നുണ്ട്. ദെൻ കട്ട് ചെയ്താല് വീട്ടിൽ വന്ന് ഹീറോയിൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഹീറോയാണെങ്കിൽ അവിടെ മാറിയിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഷ്ടപ്പെടുന്നത് കാണുമ്പോ ശരി നമുക്കും കൂടി ഒരു കൈസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ എഴുന്നേറ്റ് വന്ന് യുയു എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് ചെവി കേൾക്കുന്നില്ല. ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നേ. ഇവൻ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നതും കറക്റ്റ് ടൈമിൽ ഹീറോയിൻ തിരിയാണ്. അവന്റെ ഷർട്ടിൽ സോസ് ആകുന്നുണ്ട്. അയ്യോ ബോസ് സോറി എന്ന് പറഞ്ഞ് അവളെ തുടയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. തുടച്ചാൽ അതെങ്ങനെയാ പോകുന്നതെന്ന് ഇവൻ ഒച്ചെടുക്കാനായിട്ട് തുടങ്ങി. എന്നാ അത് ഞാൻ വാഷ് ചെയ്ത് തരാം. സോറി, ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാ കേൾക്കാതിരുന്നതെന്ന് പറയും. ഹീറോയും ശരിയെന്ന് പറഞ്ഞിട്ട് ഷർട്ട് ഊരുമ്പോ ഇവളും അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവനെ. ഈ രംഗം കണ്ടുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് അമ്മ കയറി വരുന്നത്. രണ്ടെണ്ണത്തിനെ കൈയോടെ പൊക്കി എന്ന് പറഞ്ഞാണ് കയറി വരുന്നത്.
ഇവര് രണ്ടുപേരും ഷോക്കായി തമ്മിൽ നോക്കി നിൽക്കുവാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന പോലെ അമ്മ നിൽക്കുന്നുണ്ട്. അമ്മ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് ഹീറോ പറഞ്ഞാലും മതിയടാ, എനിക്കെല്ലാം മനസ്സിലായി. അമ്മയ്ക്ക് അത്രയ്ക്ക് വയസ്സായിട്ടൊന്നുമില്ല മോനെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ മെന്റലി എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ടാ വന്നിരിക്കുന്നത്. മോളെ, നീ റിച്ച് ആയ പെണ്ണായാലും ശരി, ഇനി വയറ്റിലൊരു കുട്ടിയോട് കൂടിയുള്ള പെണ്ണായാലും ശരി, ഞാൻ സമ്മതിക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. ആന്റി, എന്റെ പേര് യുയു, ഞാൻ ക്യുൻഹെ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജുൻഹെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാല്, ഓ അങ്ങനെയാണോ, എന്നാലും സാരമില്ല, ഞാൻ എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ ആഫ്റ്റർനൂൺ ഈ റെസ്റ്റോറന്റിലേക്ക് വായെന്ന് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് തനിയെ വേണം വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ മോന്റെ മേലെ തട്ടി സൂപ്പർഡ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ദെൻ ഇപ്പോ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോയിന് മീറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് നിന്നോട് വരാൻ പറഞ്ഞതെന്ന് അറിയാമോ എന്ന് ഹീറോയിനോട് ചോദിക്കുവാണ്. ആന്റി, അത് പിന്നെ ഞാനെന്ന് അവൾ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. ശരി, ആരുടെയും ടൈം വേസ്റ്റ് ചെയ്യണ്ട, നേരെ പോയിന്റിലേക്ക് വരാം. എന്റെ മകനെ വിട്ടു തരാൻ ഞാൻ എത്ര രൂപ നിനക്ക് തരണമെന്ന് എന്തോ ഡ്രാമയിൽ വരുന്ന അമ്മായിയമ്മമാരെ പോലെ ചോദിക്കുവാണ്. ഇത് കേട്ട് ഹീറോയിനും ഷോക്കായി. ആന്റി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ ക്യുൻഹെ സാറിന്റെ എന്ന് പറഞ്ഞു വന്നതും 5 മില്യൺ 10 മില്യൺ ഓക്കെയില്ലെന്ന് പറഞ്ഞിട്ട് കാർഡൊക്കെ നീട്ടുന്നുണ്ട്. ആന്റി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഞാൻ ജസ്റ്റ് അവരുടെ അസിസ്റ്റന്റ് മാത്രാണ്, ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കില്ല എന്ന് പറയും. നീ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണെന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഇപ്പോ നിന്റെ മേലെ കേസ് കൊടുക്കാം. ശരിയാണ്, പക്ഷെ ആന്റി നിങ്ങൾ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. വേണമെങ്കിൽ ബോസിനോട് വിളിച്ച് ചോദിച്ചോ എന്ന് പറഞ്ഞതും ശരി, എന്താ നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. അത് കെച്ചപ്പ് അറിയാതെ അവരുടെ ഷർട്ടിലേക്ക് പറ്റിപ്പോയി, അത് വാഷ് ചെയ്യാൻ വേണ്ടി ഊരിക്കൊണ്ടിരിക്കുവായിരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയും. ശരി, എന്തിനാ നീ അവന്റെ കൂടെ സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, കാരണം എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് അവള് പാവത്തെ പോലെ പറയും. ദെൻ ഇപ്പോ കട്ട് ചെയ്താല് ഹീറോ അവന്റെ വീട്ടിലേക്ക് പതറി അടിച്ച് ഓടി വരുന്നുണ്ട്. എന്താച്ചാ, അമ്മ എന്തോ പടിയിൽ നിന്ന് താഴെ വീണു എന്ന് പറഞ്ഞു. ഇത് കേട്ട് അച്ഛനും മുകളിലേക്ക് നോക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവിടെ നിന്ന് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ ഹീറോയിനും ഹീറോയുടെ വീട്ടിലേക്ക് വന്നിറങ്ങുന്നുണ്ട്. ഇത്ര വലിയ വീടുണ്ടായിട്ട് അവരെന്തിനാ റെന്റ് കൊടുത്ത് എന്റെ കൂടെ സ്റ്റേ ചെയ്യുന്നതെന്ന പോലെ ഹീറോയിന് നോക്കി നിൽക്കുവാണ്. അവൾക്ക് വേണ്ടിയുള്ള എൻട്രി ഒക്കെ ഭയങ്കര വരവേൽപ്പായിരിക്കും. ഉള്ളിലേക്ക് വന്ന് കതക് തട്ടിയതും ഇവളെ കണ്ട ഹീറോ എന്തിനാ നീ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അമ്മ, വന്നോ മോളെ, നീ യുയു വാ, എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവളുടെ കൈയിലേക്ക് പിടിച്ചിട്ട് അവസാനം നീ വന്നു അല്ലേ, കൈ ഇങ്ങ് താടാ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കൈയും പിടിച്ച് എന്തോ മരിക്കാൻ പോകുമ്പോ ചേർത്ത് വെക്കുന്ന പോലെ രണ്ടുപേരുടെയും കൈയൊക്കെ ചേർത്ത് വെച്ച്, ഇന്നു മുതല് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണം, എനിക്കത് പ്രോമിസ് ചെയ്ത് താ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കണ്ണൊക്കെ മുകളിലേക്ക് കൊണ്ടുപോയി ബോധം പോയി ചാകുന്ന പോലെ വീഴുന്നുണ്ട്. ഇത് കണ്ട് ഹീറോ പതിയെ എഴുന്നേറ്റ് അമ്മ മതി, ആക്ടിങ് മതിയാക്കെന്ന് പറഞ്ഞതും ഇവനവന്റെ തന്തയുടെ മോൻ തന്നെ എന്ന പോലെ അമ്മ കണ്ണു തുറന്നു നോക്കുന്നുണ്ട്. അമ്മേ, നിങ്ങളോട് എത്ര തവണ ഞാൻ പറയുന്നേ, എനിക്കും ഇവൾക്കും യാതൊരു ബന്ധവുമില്ല, ദയവ് ചെയ്ത് ഈ ഡ്രാമാസ് ഒക്കെ കാണുന്നത് നിർത്താമോ എന്ന് ഹീറോ ചോദിച്ചാല്, നീ എന്താണ് പറയുന്നേ, യുയു നിന്നോട് സിൻസിയർ ആണ്, അതേ സിൻസിയാരിറ്റിയോട് കൂടിയാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്, ഇതിന് നീ അഭിമാനിക്കാണ് വേണ്ടത്, ലവിന് പകരം വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അമ്മ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങി. അമ്മേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, യുയു നിങ്ങളെ കാണാൻ വന്നത് നിങ്ങൾ അവളുടെ ബോസിന്റെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞതും അങ്ങനെയൊന്നുമില്ല, എനിക്ക് യുയുവിനെ ഒരുപാട് ഇഷ്ടമായി, അവളുടെ ലവ് നീ കാണാതെ പോകരുതട എന്ന് പറഞ്ഞ് അമ്മ പിന്നെയും തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല, വാ പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചിട്ട് പോകാൻ നോക്കിയാല് അമ്മ അവളെ പിടിച്ചു വെച്ച്, ഞാൻ ഇവളുമായിട്ട് സംസാരിക്കുന്നതിൽ നിനക്കെന്താ, നിനക്ക് വേണമെങ്കിൽ നീ പോടാ എന്ന് പറഞ്ഞ് ഹീറോയെ ഓടിച്ചു വിടും. എന്നിട്ട് ഹീറോയിനെ അടുത്ത് പിടിച്ചിരുത്തി, ക്യുൻഹെ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും, നീ പേടിക്കേണ്ട മോളെ എന്ന് പറയുവാണ്. ആന്റി, നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഞങ്ങൾ രണ്ടുപേരും ലവ്വേ ചെയ്യുന്നില്ലെന്ന് പറയും. ഉടനെ അവളുടെ അമ്മ കവളിൽ പിടിച്ചിട്ട്, സത്യം പറ, നീ എന്നോട് കള്ളം പറയുന്നതല്ലേ എന്ന് ചോദിച്ചാല് സത്യമായി ഞങ്ങൾ ലവ് ചെയ്യുന്നില്ലെന്ന് പറയാണ്. പക്ഷെ അമ്മ മനസ്സിനുള്ളില് ഇല്ല, ഇവൾ എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, അപ്പോ എന്തായാലും ഇവള് കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞ് കരയുന്ന ആക്ടിങ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. ആന്റി, എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ മകൻ വളരെ നല്ലവരാണ്, തീർച്ചയായിട്ടും അവർക്ക് സെറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞതും അങ്ങനെയാണോ, എന്റെ മകൻ നല്ലവനല്ലേ, അപ്പോ നീ അവനോട് കള്ളം പറഞ്ഞ് ബ്ലൈൻഡ് ഡേറ്റിന് പറഞ്ഞു വിടണമെന്ന് പറയും. ഇത് കേട്ട് ഹീറോയിന് ഷോക്കായി എന്താ പറയണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മയുടെ അവസാന തടവ് ക്യൂട്ടായി ആക്ട് ചെയ്ത് ഒരു വഴിയെ ഹീറോയിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. കട്ട് ചെയ്താല് ഇപ്പോ ചെങ്ഷിയാണ് കാണിക്കുന്നത്. അവൾ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതും ഏതോ ഒരുത്തൻ മറഞ്ഞു നിന്ന് ഇവളെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് സെൻസ് ചെയ്യുന്ന ഇവളും അടുത്തുള്ള അങ്കിൾസിനെ വെച്ച് അവനെ കൈയോടെ പൊക്കുന്നുണ്ട്. എന്തിനാടാ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഓൺലൈനിൽ ഇതേപോലെ ആരാണെന്ന് അറിയില്ല, എനിക്ക് ഓർഡർ വന്നു,
അതാ ഞാൻ ചെയ്യുന്നത്, എനിക്ക് വേറെ ഒന്നും അറിയില്ലെന്ന് പറയും. സോ അതുകൊണ്ട് ഇപ്പൊ ഫോട്ടോ എടുത്ത മെമ്മറി കാർഡ് മാത്രം പിടിച്ചു വാങ്ങി വെച്ച് ഇനി ഇതേപോലെ ചെയ്താല് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കും. നെക്സ്റ്റ് നമ്മുടെ ജുൻ ഇവളെ കാണാൻ വരുന്നുണ്ട്. ഇത് നോക്കു ജുൻ, നിന്നോട് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ദയവ് ചെയ്ത് ഇനി മുതൽ എന്നെ കാണാൻ വരരുത്. ഇതാണ് എന്റെ ലാസ്റ്റ് വാണിങ്. അതാണ് രണ്ടുപേർക്കും നല്ലതെന്ന് പറഞ്ഞ് അവൾക്ക് പറയാൻ കഷ്ടമായിട്ട് തോന്നിയാലും പറഞ്ഞ് അവനെ അവോയ്ഡ് ചെയ്ത് വിടുവാണ്. പാവൻ ജുന്നിന് അത് നല്ലപോലെ ഫീൽ ആകുന്നുണ്ട്. ഇപ്പൊ ഉള്ളിലേക്ക് വന്നവള് ആ മെമ്മറി കാർഡിലുള്ള ഫോട്ടോസ് ഒക്കെ ഇട്ട് നോക്കി ആദ്യ ഭർത്താവ് പറഞ്ഞതാണ് ഓർക്കുന്നത്. നിന്റെ കല്യാണം ഒരു തവണ കഴിഞ്ഞു, ഡിവോഴ്സും കഴിഞ്ഞതാണ്, നീ ഇതേപോലെ ഒന്നും ഡിസർവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അതാലോചിച്ചിട്ട് ഇവള് ഫീൽ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താല് ഇവിടെ ഹീറോയുടെ അമ്മയാണ് കാണിക്കുന്നത്. ഹീറോ ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. അതിനുവേണ്ടി ഞാൻ ചില ഐഡിയാസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ ഫ്രണ്ട്സും ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടാകില്ലേ, അവരുടെ മക്കളുടെ ഫോട്ടോസ് ഒക്കെ കൊടുത്ത് ഇതിൽ നിന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊടുത്തിട്ട് പോകും. കട്ട് ചെയ്താല് അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനും ഹീറോയെ എങ്ങനെ കള്ളം പറഞ്ഞ് ബ്ലൈൻഡ് ഡേറ്റിന് അയക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവളുടെ അച്ഛനും അമ്മയും കയറി വരുന്നത്. എവിടെ ഹീറോ എന്ന് ചോദിച്ചാല് അവര് ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുവാണെന്ന് പറഞ്ഞ് ഇവള് കള്ളം പറയും. അച്ഛനുടനെ എത്രയൊക്കെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞ് ഇവളെ ഉപദേശിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഹീറോയിന് വർക്ക് പ്ലേസിൽ നിന്ന് കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ടേബിളില് 2 റെസ്റ്റോറന്റ് കൂപ്പൺ ഇരിക്കുന്നത് കാണുന്നത്. ഇത് കാണുന്ന അമ്മ അത് എടുത്തു പിടിച്ച്, അച്ചോടാ, നമ്മുടെ മകള് നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എടുത്തു വെച്ചതാണെന്ന് പറഞ്ഞ് നല്ല പോലെ തെറ്റിദ്ധരിച്ച് ടാറ്റയ്ക്ക് പറഞ്ഞിട്ട് അതും കൊണ്ടുപോയി. ഈ കൂപ്പൺ ഹീറോയുടെ അമ്മ അവന്റെ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ വേണ്ടി ഹീറോയിന്റെ കയ്യിൽ കൊടുത്തു വിട്ടതായിരിക്കും. അതും കൊണ്ടാണ് ഇപ്പൊ അച്ഛനും അമ്മയും പോയിരിക്കുന്നത്. കട്ട് ചെയ്താല് നെക്സ്റ്റ് നമ്മുടെ ഹീറോ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ പോകുന്ന റെസ്റ്റോറന്റിന്റെ മെനു കാർഡ് കണ്ടിട്ട് പോകില്ലെന്ന് പറയുവാണ്. അങ്ങനെ പറയില്ലേ ബോസ്, സൂപ്പർ റെസ്റ്റോറന്റ് ആണ്, നല്ല ഫേമസ് ആണ്, അവിടെ ഫേമസ് ആയ സീ ഫുഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവളും തള്ളി മറിച്ച് സോപ്പിട്ട് പതപ്പിക്കുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഹീറോ സമ്മതിക്കുന്നുണ്ട്. ശരി, ഇത്തവണ ഓക്കെ, നെക്സ്റ്റ് ടൈം സമ്മതിക്കില്ലെന്ന് പറയുവാണ്. ശരി, ഈ വീക്കെൻഡ് സെറ്റ് ആക്കാന്ന് പറഞ്ഞ് കൂപ്പൺ എടുത്ത് നോക്കിയാൽ അതിൽ കൂപ്പൺ കാണുന്നില്ല. അയ്യോ, എന്റെ കൂപ്പൺ എവിടെ പോയെന്ന് പറഞ്ഞ് ഹീറോയിനും തപ്പാനായിട്ട് തുടങ്ങി. കഴിക്കാൻ പോകുന്നതിന് കൂപ്പൺ എന്തിനാന്ന് ചോദിച്ചാല് കുറച്ചെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമല്ലോ എന്ന് കരുതിയ ബോസ് എന്ന് ഇവളും. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവനും റൂമിലേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. റൂമിലേക്ക് വന്നവൻ ഹീറോയിന്റെ കൂടെയാണ് ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ പോകുന്നതെന്ന് കരുതി അതിനെക്കുറിച്ച് ആലോചിച്ച് നാണത്തോടെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.